മാധ്യമ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളുണ്ട്. അത് സ്ത്രീകൾക്ക് നേരെ ഇപ്പോഴും ശക്തിയായിട്ട് വരികയാണ്. രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകിയ മേയർക്കെതിരായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഔദ്യോഗികമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരായി ദിവ്യ എസ് നായരെ പോലെയുള്ള അയ്യരെ പോലെയുള്ള ആളുകൾക്കെതിരായി സൈബർ ആക്രമണം വളരെ ശക്തിയായിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ ശക്തിയായിട്ട് എടുത്തു പറഞ്ഞ ചീഫ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. IAS-കാരിയായ ദിവ്യ എസ് അയ്യരുടെ പരാമർശം സംബന്ധിച്ചാണ് വലിയ പ്രശ്നം. അതൊരു സ്ത്രീവിരുദ്ധ രീതിയാണ് കൈകാര്യം ചെയ്തത്. കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്തത്. അവർ കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയായി പോയി എന്നുള്ളതുകൊണ്ട് ഔദ്യോഗികമായി ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പദപ്രയോഗങ്ങൾ പോലും അവരാഗ്രഹിക്കുന്നത് പോലെ അല്ലാതിരുന്നാൽ എന്താകും എന്നുള്ളൊരു ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരു സ്ത്രീ വിരുദ്ധത ശക്തിപ്പെട്ട് വരുന്ന ഒരു ചിത്രമാണ്. കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും നിലപാടുകളിൽ നിഴലിച്ചു നിൽക്കുന്ന ഒന്നതാണ്. കോൺഗ്രസ്സുകാർ ശാസ്ത്ര സംബന്ധിയായ ഒരു സമ്മേളനം സുധാകരൻ ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ പത്രത്തിൽ വരികയുണ്ട്. അത് കണ്ടപ്പോൾ കൂടോത്രമാണ് ഓർമ്മ വന്നത്. ഇവരെല്ലാം ശാസ്ത്രം കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ എന്തായിരിക്കും ശാസ്ത്രത്തിൻ്റെ ഗതി എന്നാണ് ഞാൻ ആലോചിച്ചു പോയത്. അന്ധവിശ്വാസ ജടിലമായ രീതികൾ, സ്ത്രീവിരുദ്ധ സമീപനങ്ങൾ, ഇതെല്ലാമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം സാന്ദർഭികമായി കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൊരു വികാരം രീതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്.